ലൈംഗിക അതിക്രമ കേസിനെ തുടർന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് വേദിയിൽ. പാലക്കാട് കണ്ണാടി മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപന വേദിയിലാണ് രാഹുൽ പങ്കെടുത്തത്. നേരത്തെ കണ്ണാടിയിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലും രാഹുൽ പങ്കെടുത്തിരുന്നു. പാലക്കാട് മുഴുവൻ തിളങ്ങി നിൽക്കുന്ന നമ്മുടെ സാജിദ് അജ്മലുണ്ട് വിവരങ്ങൾ നൽകാനായി. സാജിദ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായ പാർട്ടി പരിപാടികളിലൊക്കെ ഉണ്ട്. അപ്പോൾ രാഹുൽ നൽകുന്നൊരു വിശദീകരണം താനൊരു കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് പ്രവർത്തകനാണ്, അതുകൊണ്ട് പങ്കെടുക്കുന്നു എന്നാണ്. പക്ഷേ നേതൃത്വം രാഹുലിനെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ നേതൃത്വം നൽകുന്നൊരു വിശദീകരണം എന്താണ് ഇക്കാര്യത്തിൽ? അജയ്, കണ്ണാടിയിൽ നടന്ന പരിപാടിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത്. കണ്ണാടി ഗ്രാമപഞ്ചായത്തിലേക്കും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലുമുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ സ്ഥാനാർത്ഥികളെ ഷോൾ അണിയിപ്പിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ രാഹുൽ ആ വേദിയിൽ ഉണ്ട്. പിന്നീട് ഈ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഫോട്ടോഷൂട്ടിലും രാഹുൽ പങ്കെടുത്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലൈംഗിക ആരോപണത്തിന് ശേഷം അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് ഒഴിവാക്കുകയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്രയും കാലം അദ്ദേഹം MLA എന്ന നിലയ്ക്ക് പൊതു പരിപാടികൾ പങ്കെടുത്തെങ്കിലും പാർട്ടി പരിപാടിയിൽ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് ഈ കണ്ണാടി പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ആദ്യം പങ്കെടുക്കുന്നത്. ഇതെന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലും DCC പ്രസിഡന്റും അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല എന്ന് നിഷേധിക്കുകയാണ്. പക്ഷേ ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുന്നത് കൃത്യമായി ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേക ചുമതലകളൊന്നും തന്നെ പാർട്ടി നൽകിയിട്ടില്ല. പക്ഷേ ഒരു കോൺഗ്രസുകാരനായതുകൊണ്ട് UDF പ്രവർത്തകരുടെ വിജയത്തിന് വേണ്ടി താൻ പ്രവർത്തിക്കും, കേരളത്തിൽ എവിടെ വേണമെങ്കിലും പ്രചരണത്തിന് പോകും എന്ന് കൂടിയാണ് രാഹുൽ പറയുന്നത്.